നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എങ്ങനെ പോലീസിൽ വന്നു? മതിയടി വിചാരണ ചെയ്തത്. ഇത് ഞാൻ സഹിക്കില്ല. സഹിക്കണ്ട, നീ കൊണ്ട് കേസ് കൊടുക്ക്. സഹി കിട്ടു. ഇനി എന്ത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, വേണ്ട വേണ്ട, തല്ലല്ലേ. മിണ്ടരുത്, നിന്നെ കൊല്ലും ഞാൻ. പ്ലീസ്. എണീക്കിടും ഇങ്ങോട്ട്. നീ എന്താണ് സാറ്റ് കളിക്കാണോ? നിന്നെ ഇന്ന് എടുത്ത് പീസാക്കും. കുഞ്ഞിനെ നീ കൊണ്ടുപോയി വിൽക്കാലടി. അയ്യോ, ഞാൻ വിറ്റതല്ല. പിന്നെ നീ കുഞ്ഞിനെ എന്തിനടി? നിന്നെ കണ്ടാലറിയാം നീ സ്വന്തം കുഞ്ഞിനെ വരെ വിറ്റ് തിന്നുന്നവളാണെന്ന്. എവിടെ കൊണ്ടുപോയി വിറ്റടി? പച്ചമീൻ വിൽക്കുന്ന പോലെ ആ കുഞ്ഞിനെ. ഇല്ല, ഞാൻ എന്ത് ശരിയാക്കടി. കൊടുക്ക് കൊടുക്ക്, അവക്കിട്ട് ശരിക്കും കൊടുക്ക്. ആദ്യം അവളുടെ പല്ലടിച്ച് തെറിപ്പിക്ക്. ആദ്യം നിന്റെ പല്ല്, പിന്നെ നിന്റെ എല്ലെടുക്കും ഞാൻ. ഞാൻ ചിക്കനും ബ്രോട്ടയും കഴിക്കുന്നതിൽ നിനക്കല്ലടി കുഴപ്പം. ഞാൻ ബ്രോട്ട കഴിക്കാൻ പാടില്ലേ? അയ്യോ, നിങ്ങൾ ഒരു ചാക്ക് പൊറോട്ട കഴിച്ചോ? ലോകത്തുള്ള മുഴുവൻ കോഴിയും പൊരിച്ചു തിന്നോ? എനിക്ക് ഒരു കുഴപ്പമില്ല. അയ്യോടാ, അപ്പോ നിന്നെ ഞാൻ പിന്നെന്താടി നിനക്ക് കുഴപ്പം? നിന്റെ പടുത്ത പോലത്തെ ഡ്രസ് ഞാൻ എടുത്തിട്ടതാണോടി കുഴപ്പം? നിന്നെ ഞാനിത് പൊരിച്ചെടുക്കോടി. ഞാനിത് ശരിയാക്കി എടുക്കുന്നുണ്ട്. അയ്യോ അയ്യോ, വേണ്ട, എന്നെ തല്ലല്ലേ. എന്നെ തല്ലല്ലേ. അയ്യോ അയ്യോ മൈഥിലി, അയ്യോ, പ്ലീസ് മൈഥിലി, തല്ലല്ലേ. മൈഥിലി, ഞാനൊരു പാവമാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിർത്തടി. അയ്യോ അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. അയ്യോ, നിന്നോടല്ലേ അടി നിർത്താൻ പറഞ്ഞത്? നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? എന്തടി നിന്നെ കൊണ്ട് ഞാൻ ഇനി ഊളമാക്കി പോണോ? മനുഷ്യനൊരു സ്വൈര്യം തരില്ലെന്ന് വെച്ചാ? ഞാനൊരു ദുസ്വപ്നം കണ്ടതാ മാഡം. അവളുടെ ഒരു ദുസ്വപ്നം. നല്ല കാര്യങ്ങൾ വല്ലതും ആലോചിച്ച് കിടക്കണി, അപ്പൊ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല. എന്റെ ഫോൺ കട്ടായി, വേഗം ഒന്ന് റീചാർജ് ചെയ്തേ. ഏത് സിം ആണെന്നും ഏത് പ്ലാൻ ആണെന്നും എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വേഗം ഒന്ന് ചെയ്തേ, വേഗം. ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ആ കുട്ടിച്ച, നീ ഉറങ്ങിയോടാ? പിന്നെ അയ്യടാ, മിണ്ടാണ്ടിരിക്കടാ. എങ്ങനെയൊന്ന് ഉറങ്ങാൻ നോക്കും മോളെ. ഞാനതിന് ശ്രമിക്കുന്നുണ്ടമ്മേ. പറ്റിയിട്ട് വേണ്ടേ?
പറയുന്നത്? ഞാൻ നിന്റെ നേരായ അമ്മയല്ല, ദത്തെടുത്ത അമ്മയാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? അയ്യോ അമ്മേ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വൈകമോളെ ഞാൻ പ്രസവിച്ചതല്ലോ. ആ അത് തന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് നീ പറഞ്ഞു. നീ വൈകമോളെ എത്ര അധികം സ്നേഹിക്കുന്നുണ്ടോ അതിന്റെ 10 ഇരട്ടി ഞാൻ എന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട്. അത് നിനക്കറിയോ? അറിയാം അമ്മേ. അപ്പോ മുത്തശ്ശിയും വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവും അല്ലേ? എന്തിന്? അമ്മ ഓർത്ത്. മുത്തശ്ശിയുടെ മോളല്ലേ അമ്മ, നമ്മളെ പോലെ. അമ്മയുടെ ഉള്ളിൽ കരയുന്നുണ്ടാവും, പക്ഷെ അത് പുറമെ ആരും അറിയില്ല, ആരെ അറിയിക്കുകയില്ല. അതാ എന്റെ അമ്മ. എനിക്കും എന്റെ മുത്തശ്ശിയോട് ഒരു പിണക്കവുമില്ല. മോളെ കൈ കിട്ടിയിരുന്നെങ്കിൽ എത്രയും വേഗം ചെമ്പകമംഗലത്തേക്ക് പോവാമായിരുന്നു. കുഞ്ഞിനെ കിട്ടാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഞാനൊരു ഡ്യൂട്ടിയുടെ ഭാഗമായി ഹോസ്റ്റലിലാ. അതാ വിളിക്കാൻ ഞാൻ. ഒന്നും പറയണ്ട, ഒരുത്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നതാ. ഒരു അലമ്പ് കേസാ. ഏയ് നമ്മുടെ സ്റ്റാൻഡേർഡിനൊന്നും പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഓക്കേടാ, പിന്നെ വിളിക്കാം. ബൈ. അതെ, നിങ്ങൾ എന്റെ ടൂത്ത് ബ്രഷ് എടുത്തു. എന്റെ ബ്രഷ് കൊണ്ട് നിങ്ങൾ പല്ല് തേച്ചോ? തേച്ചു. പിന്നെ എനിക്ക് പല്ല് തേക്കണ്ടേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനൊന്നും കൊണ്ടുവന്നില്ല എന്ന്. നിങ്ങൾ എന്റെ സോപ്പ് എടുത്തു, പേസ്റ്റ് എടുത്തു, ഷാമ്പു എടുത്തു, പെർഫ്യൂം എടുത്തു. ഇതൊക്കെ ഞാൻ സഹിച്ചു. ഒടുവില് ഞാൻ ബ്രഷ് ചെയ്യുന്ന എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പല്ല് തേച്ചിരിക്കുന്നു. എടീ, അന്യർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം. അതൊക്കെയാ മനുഷ്യ ജീവിതം. നിങ്ങൾ ഇത്ര കൺട്രിയാണോ? നിങ്ങൾ എങ്ങനെ പോലീസിൽ വന്നു? മതിയടി വിചാരണ ചെയ്തത്. ഇത് ഞാൻ സഹിക്കില്ല. സഹിക്കണ്ട, നീ കൊണ്ട് കേസ് കൊടുക്ക്. സഹി കിട്ടു. ഇനി എന്ത് വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.